السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. പ്രിയപ്പെട്ട അൽ ബയാൻ ദർസംഗങ്ങളെ, അപ്പോൾ നമ്മൾ ഫിഖ്ഹിൽ നമ്മൾ പറഞ്ഞിരുന്നത് നിസ്കാരത്തിൻ്റെ ഷർത്തുകളായിരുന്നു. ഒന്നാമത്തെയും രണ്ടാമത്തെയും ഷർത്തുകൾ നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ ഷർത്ത് അശുദ്ധിയിൽ നിന്ന് ശുദ്ധി ഉണ്ടായിരിക്കുക. ചെറിയ അശുദ്ധിയിൽ നിന്നുള്ള ശുദ്ധി വുളൂ, വലിയ അശുദ്ധിയിൽ നിന്നുള്ള ശുദ്ധി കുളി. ഇത് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ രണ്ടാമത്തെ ഷർത്തായ ത്വഹാറത്തുൻ നജസ്, നജസുകളിൽ നിന്ന് ശുദ്ധിയാവണം എന്നും നമ്മൾ പറഞ്ഞു. നിസ്കരിക്കുന്നവൻ്റെ ശരീരം, വസ്ത്രം, നിസ്കരിക്കുന്ന സ്ഥലം ഒക്കെ ശുദ്ധിയാവണം എന്നും നമ്മൾ പറഞ്ഞു. മൂന്നാമത്തെ ഷർത്താണ് ഇപ്പോൾ നമ്മൾ പറയാനുള്ളത്. അപ്പോൾ സാലിദുഹ, മൂന്നാമത്തെ ഷർത്ത് സത്തുറു റജുലിൻ വ അമ്മത്തിൻ മാ ബൈന സുഖത്തിൻ വറുക്ബ. പുരുഷനും അതേപോലെ അടിമ സ്ത്രീയും അവർ നിസ്കാരത്തിൽ മറക്കേണ്ടതാണ് മാ ബൈന സുഖത്തി വറുക്ബ, മുട്ടുപൊക്കിലിൻ്റെ ഇടയിലുള്ള ഭാഗം മറക്കൽ നിർബന്ധമാണ്. അപ്പോൾ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം, അതേപോലെ ഒരു അടിമ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ മുട്ടുപൊക്കിലിൻ്റെ ഇടയിലുള്ള സ്ഥലങ്ങൾ നിസ്കാരത്തിൽ മറക്കൽ നിർബന്ധമാകുന്നു. ഇത് വേറെ ആരുമില്ല, ഒറ്റയ്ക്ക് ഒരു റൂമിൽ, ഒരു ഇരുട്ടുള്ള റൂമിൽ ലൈറ്റൊന്നും ഇല്ലാതെ നിസ്കരിക്കുകയാണെങ്കിൽ പോലും എന്താവണം, ഈ ഒരു അവറത്ത് മറച്ചുകൊണ്ടായിരിക്കണം നിസ്കരിക്കേണ്ടത് എന്നാണ്. കാരണം ഈ അവറത്ത് മറക്കേണ്ടത് മറ്റുള്ളവർ കാണാതിരിക്കാൻ വേണ്ടി മാത്രമല്ല, നിസ്കാരം ശരിയാവണമെങ്കിൽ തന്നെ ഈ അവറത്ത് മറച്ചിരിക്കണം എന്നുള്ളതാകുന്നു. ഇനി മുട്ടുപൊക്കിലിൻ്റെ ഇടയിലെന്ന് പറയുമ്പോൾ മുട്ടും അതേപോലെ പൊക്കിളും ഉൾപ്പെടെ ആയിരിക്കണം. എന്നാൽ അതിൻ്റെ ഇടയിലുള്ളത് കൃത്യമായിട്ടും അത് മറച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ മുട്ട് ഉൾപ്പെടെ ആയിരിക്കണം, അതേപോലെ പുക്കിൾ ഉൾപ്പെടെ ആയിരിക്കണം. അതുകൊണ്ട് നമ്മൾ വസ്ത്രം ഇടുന്ന സമയത്ത് പുക്കിളിൻ്റെയും കുറച്ച് മുകളിലേക്കും മുട്ടിൽ കുറച്ച് താഴേക്കുമായി വസ്ത്രം ഇടണം എന്നുള്ളതാണ്. ഇതാണ് ഒരു പുരുഷൻ്റെയും അതേപോലെ അടിമ സ്ത്രീയുടെയും നിസ്കാരത്തിൽ നിർബന്ധമായിട്ടും അവർ മറക്കേണ്ട ഭാഗം. ഇനി ഒരു സ്ത്രീയാണെന്നുണ്ടെങ്കിൽ, എന്നാൽ സ്വതന്ത്രയായ ഒരു സ്ത്രീയാണെന്നുണ്ടെങ്കിൽ അവൾ മറക്കേണ്ടത് അവളുടെ മുൻകൈയും അല്ലാത്തതൊക്കെ അവൾ മറക്കേണ്ടതാകുന്നു. എങ്ങനത്തെ വസ്ത്രം കൊണ്ടാണ് ഔറത്ത് മറക്കേണ്ടത്? തൊലിയുടെ നിറം. കാരണം ഒരാൾ മുമ്പ് നോക്കിയാൽ അവൻ്റെ തൊലിയുടെ നിറം പുറത്തേക്ക് കാണാത്ത രീതിയിലുള്ള വസ്ത്രം കൊണ്ടായിരിക്കണം ഔറത്ത് മറക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളോട് ഒരാൾ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളോട് ഒരാൾ കാണാൻ വന്നാൽ അവൻ ശരീരത്തിലേക്ക് നോക്കുമ്പോൾ, വസ്ത്രത്തിലേക്ക് നോക്കുമ്പോൾ തൊലിയുടെ നിറം കാണാത്ത, ട്രാൻസ്പാരൻ്റ് ആയ അല്ലെങ്കിൽ ലിനൻ്റെ ക്ലോത്തൊക്കെ ഉണ്ടാകും, വളരെ ഉള്ളിലേക്ക് കാണുന്ന രീതിയിലുള്ള അങ്ങനത്തെ വസ്ത്രം കൊണ്ട് ഔറത്ത് മറക്കാൻ പറ്റുന്നില്ല. ഉള്ളിലേക്ക് കാണാത്ത വസ്ത്രം കൊണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി ഔറത്ത് മറക്കേണ്ടത് മുകൾ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ സൈഡ് ഭാഗത്തു നിന്നും നോക്കിയാൽ കാണാത്ത രീതിയാണ് മറക്കേണ്ടത്. മുകളിൽ നിന്ന് ഒരാളോ അല്ലെങ്കിൽ സൈഡിൽ നിന്ന് ഒരാൾ നോക്കിയാൽ നമ്മുടെ ഔറത്ത് കാണാത്ത രീതിയിൽ ഔറത്ത് മറക്കണം എന്നുള്ളതാണ്. അടിയിൽ നിന്ന് നോക്കിയാൽ ഔറത്ത് കണ്ടാലും കുഴപ്പമില്ല, അടിയിൽ നിന്ന് മറക്കണം എന്നില്ല. ഒരാൾ സുജൂദ് ചെയ്യുന്ന, തുണിയൊക്കെ ഇട്ട് സുജൂദ് ചെയ്യുന്ന സമയത്ത് സുജൂദ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ മുട്ട് ഒക്കെ കാണാം അടിയിൽ നിന്ന്, അത് കുഴപ്പമില്ല. ഔറത്ത് മറക്കേണ്ടത് മുകളിൽ നിന്നും അതുപോലെ തന്നെ സൈഡിൽ നിന്നും നോക്കിയാൽ കാണാത്ത രീതിയിലാണ് ഔറത്ത് മറക്കേണ്ടത് എന്നുള്ളതാണ്. ഇനി ഒരാൾക്ക് വസ്ത്രമൊന്നുമില്ല, നിസ്കരിക്കാനുള്ള സമയമായിട്ടുണ്ട്, അയാൾക്ക് വസ്ത്രമൊന്നും ഇല്ല. അങ്ങനെയെങ്കിൽ അയാൾ വസ്ത്രമില്ലാതെങ്കിലും അയാൾ നിസ്കരിക്കണം എന്നുള്ളതാണ്. കാരണം ആ സമയത്ത് ശരീഅത്ത് ഉദ്ദേശിക്കുന്നത് ആ സമയത്ത് അവനിൽ നിന്ന് ഒരു നിസ്കാരം, ദൈവിക സ്മരണ ഉണ്ടാവണം എന്നുള്ളതാണ്. അതുകൊണ്ട് വസ്ത്രമില്ല അതുകൊണ്ട് തൽക്കാലം നിസ്കരിക്കണ്ട എന്ന് വിചാരിക്കാൻ പറ്റില്ല. വസ്ത്രമില്ലെങ്കിലും എവിടെയും അന്വേഷിച്ചിട്ടും വസ്ത്രം കിട്ടാനില്ല, അങ്ങനെ ഒരു റൂമിൽ അവനകപ്പെട്ടു, വസ്ത്രമൊന്നുമില്ല, അവൻ്റെ ശരീരത്തിലുമില്ല, അവിടെ എവിടെയും കിട്ടാനില്ല എന്നൊരു അവസ്ഥയിലാണ് എന്നുണ്ടെങ്കിൽ അവൻ വസ്ത്രമില്ലാതെയും അവൻ നിസ്കരിക്കണം എന്നുള്ളതാണ്. ഇനി ഒരാൾക്ക് വസ്ത്രമുണ്ട്, പക്ഷേ ആ വസ്ത്രം അത് നജസുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും അഴുക്കുകളുള്ള വസ്ത്രമാണ്, നിസ്കരിക്കാൻ പറ്റാത്ത അഴുക്കുകളുള്ള ഒരു വസ്ത്രമാണ് എങ്കിൽ അത് കഴുകാൻ പറ്റുന്ന വെള്ളം ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കഴുകിയിട്ട് അവൻ ആ വസ്ത്രം ഇട്ടിട്ട് നിസ്കരിക്കണം എന്നുള്ളതാണ്. ഒരു പക്ഷേ അത് കഴുകുമ്പോഴേക്കും അവൻ്റെ സമയം കഴിയും, നിസ്കാരത്തിൻ്റെ സമയം കഴിയും, എങ്കിലും കുഴപ്പമില്ല, അത് കഴുകിയിട്ട് ആ വസ്ത്രം ഇട്ടിട്ട് നിസ്കരിക്കണം എന്നുള്ളതാണ്. ഇനി ഒരാൾക്ക് ശരീരം മുഴുവൻ മറക്കാനുള്ള വസ്ത്രം കിട്ടിയില്ല,
ഇപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം മുഖവും മുൻകൈയും അല്ലാത്ത ഫുള്ള് മറക്കണം എന്നുള്ളതാണ്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം മുട്ടുപൊക്കലിൻ്റെ ഇടയിൽ മറക്കണം എന്നുള്ളതാണ്. ആ ഔറത്ത് മറക്കാനുള്ള വസ്ത്രം അവൻ കിട്ടിയില്ല എങ്കിൽ അവൻക്ക് എത്രയാണോ വസ്ത്രമുള്ളത്, കിട്ടിയ ചെറിയൊരു വസ്ത്രമാണെന്നുണ്ടെങ്കിൽ ആ വസ്ത്രം കൊണ്ടെങ്കിലും അവൻ മറക്കണം എന്നുള്ളതാണ്. ഏറ്റവും ചുരുങ്ങിയതായിട്ട് വസ്ത്രം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ ഗുഹ്യ ഭാഗങ്ങളെങ്കിലും മറക്കണം എന്നുള്ളതാണ്. അപ്പോൾ കുറഞ്ഞ ഒരു ടവലോ അല്ലെങ്കിൽ അത്രയും എന്ത് ചെയ്യും വലിപ്പമുള്ള ഒരു ചെറിയ വസ്ത്രമാണ് അവനക്ക് കിട്ടിയത് എന്നുണ്ടെങ്കിൽ ആ ഗുഹ്യ ഭാഗങ്ങളെങ്കിലും മറച്ചിട്ട് അവൻ നിസ്കരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ എത്ര വസ്ത്രമാണ് അവൻ കിട്ടിയത് അത് വെച്ചിട്ടെങ്കിലും അവൻ മറച്ച് നിസ്കരിക്കണം എന്നുള്ളതാണ്. ഇനി അവൻ നിസ്കരിക്കുന്ന സമയത്ത് മറ്റു വസ്ത്രങ്ങളൊന്നുമില്ല, ഒരു പട്ട് മാത്രമുണ്ട്. പട്ടുവസ്ത്രം പുരുഷനെ സംബന്ധിച്ചോളം പട്ടുവസ്ത്രം ധരിക്കൽ ഹറാമാണ്. എന്നാൽ നിസ്കരിക്കാനുള്ള സമയമായിട്ടുണ്ട്, മറ്റു വസ്ത്രങ്ങളൊന്നുമില്ല, ഒരു പട്ട് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആ പട്ടെടുത്തെങ്കിലും അവൻ നിസ്കരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അതേപോലെ അവനക്ക് വസ്ത്രമൊന്നുമില്ല, അങ്ങനെ ശരീരം വെളിവാക്കി നിസ്കരിക്കുന്നതിനേക്കാളും നല്ലത് അവൻ മണ്ണ് പുരട്ടെ, ശരീരത്തിൽ മണ്ണിങ്ങനെ പുരട്ടിയിട്ട് നിസ്കരിക്കണം എന്നുള്ളതാണ്. ചളി മണ്ണ് അങ്ങനെ മണ്ണിലേക്ക് വെള്ളം പാർന്ന് ആ ചളിയാക്കിയിട്ട് അത് പുരട്ടിയിട്ട് നിസ്കരിക്കാം. അങ്ങനെ വെറും അവർത്ത് മുഴുവനായിട്ടും വെളിവാക്കി നിസ്കരിക്കുന്നതിനേക്കാളും നല്ലത് ആ ഒരു മേത്ത് ചളിയെങ്കിലും പുരട്ടിയിട്ട് നിസ്കരിക്കുകയാവുന്നതാണ്. പിന്നെ നിസ്കരിക്കുമ്പോൾ വസ്ത്രവുമായി ബന്ധപ്പെട്ട ഏതാനും ചില മര്യാദകളും അല്ലെങ്കിൽ സുന്നത്തുകളും പറയുന്നു. സ്വാഭാവികമായിട്ടും നിസ്കരിക്കുമ്പോൾ നല്ല വൃത്തിയുള്ള നല്ല പുതിയ വസ്ത്രം, പുതിയതെന്ന് പറഞ്ഞാൽ പുതിയത് വാങ്ങണമെന്നില്ല, നമ്മൾ വൃത്തിയുള്ള അലക്കിയ വസ്ത്രം ഇട്ടിട്ടായി നിസ്കരിക്കണം. അതേപോലെ നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ തട്ടം, അതേപോലെ തലപ്പാവ് കെട്ടുക, അതിൻ്റെ മുകളിൽ ഒരു തട്ടിടുക, ഇതൊക്കെ നല്ല സുന്നത്തുള്ളതാകുന്നു. ഇനി ഔറത്ത് മറവുമായി ബന്ധപ്പെട്ട് നിസ്കാരത്തിനെ ഇപ്പോൾ നമ്മൾ പറഞ്ഞത്, നിസ്കാരത്തിന് പുറത്തും ഈ ഔറത്തുകൾ നിർബന്ധമാകുന്നു എന്ന് പറഞ്ഞാൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം നിസ്കാരത്തിന് പുറത്തും മുട്ടുപൊക്കലിൻ്റെ ഇടയിൽ മറക്കണം എന്നുള്ളതാണ്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീയുടെ ഔറത്ത് എന്ന് പറഞ്ഞാൽ സ്ത്രീ പുറത്തിറങ്ങുമ്പോൾ അവളുടെ ശരീരം മുഴുവൻ മറക്കണമെന്നും അല്ല മുഖവും മുൻകൈയും അല്ലാത്തതൊക്കെ മറക്കണം എന്നും അങ്ങനെ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. രണ്ടഭിപ്രായത്തിലാണെങ്കിലും ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അന്യ സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കലോ അല്ലെങ്കിൽ ശരീരത്തിലേക്ക് നോക്കൽ ഹറാമാകുന്നു. ആ ശരീരം കാണിക്കൽ സ്ത്രീക്കും ഹറാമാകുന്നു. അവളുടെ ഔറത്തായിട്ട് അല്ലെങ്കിൽ അവർ പുറത്തിറങ്ങുമ്പോൾ അവൾ മറക്കേണ്ടതും ശരീരം മുഴുവൻ മറക്കണം എന്ന് പറഞ്ഞ ആളുകളുണ്ട്, അല്ല മുഖവും മുൻകൈ എല്ലാത്തിനും മറച്ചാൽ മതി എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. രണ്ടഭിപ്രായമാണെങ്കിലും ഒരു പുരുഷന് അന്യ സ്ത്രീയിലേക്ക് നോക്കൽ ഹറാമാകുന്നു എന്നുള്ളത് തന്നെയാണ്. ഇനി ഒഴിഞ്ഞ് നിൽക്കുകയാണ് ഒരു സ്ഥലത്ത്, ആരുമില്ലാത്ത റൂമിൽ നമ്മൾ ഒറ്റക്കാണ് എന്നുണ്ടെങ്കിൽ അവിടെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഗുഹ്യ ഭാഗങ്ങൾ മറക്കുന്ന ഒരു വസ്ത്രമിടൽ നിർബന്ധമാണ്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ മുട്ടുപൊക്കലിൻ്റെ ഇടയിലുള്ള വസ്ത്രം ധരിക്കൽ നിർബന്ധമാകുന്നു. മുട്ടുപൊക്കലിൻ്റെ ഇടയിലുള്ള ഭാഗം മറക്കുന്ന ഒരു വസ്ത്രം ധരിക്കൽ നിർബന്ധമാകുന്നു, ആരുമില്ലാത്ത റൂമിലാണെങ്കിൽ പോലും. ഇനി പുരുഷൻ്റെ ഔറത്ത് നമ്മൾ പറഞ്ഞു, നിസ്കാരത്തിലാണെങ്കിലും നിസ്കാരത്തിൻ്റെ പുറത്താണെങ്കിലും പിന്നെ അന്യപുരുഷന്മാരുടെ അന്യ സ്ത്രീകൾക്ക് മുമ്പിലൊക്കെ ഔറത്ത് മുട്ടുപൊക്കലിൻ്റെ ഇടയിലാണ്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞു അന്യപുരുഷൻ്റെ മുമ്പിൽ അവളുടെ ഔറത്ത് എന്ന് പറഞ്ഞാൽ അവളുടെ ശരീരം മുഴുവൻ ഔറത്താകുന്നു. അന്യപുരുഷനും കാണാൻ പാടില്ല. മഹറമായ ഒരാൾ എന്ന് പറഞ്ഞാൽ സ്വന്തം ഉമ്മ, പെങ്ങൾ, അങ്ങനെയൊക്കെ എന്ത് ചെയ്യുക മഹറമുകൾ നമ്മൾ ഇൻഷാ അല്ലാഹ് നിക്കാഹിൻ്റെ അവിടെയാണ് പറയാം മഹറമുകൾ ആരൊക്കെയെന്ന് വിശദമായിട്ട്. അവരുടെ മുമ്പിൽ ഒരു സ്ത്രീക്ക് സംബന്ധിച്ചിടത്തോളം അവളുടെ ഔറത്ത് മുട്ടുപൊക്കലിൻ്റെ ഇടയിലാകുന്നു. മുട്ടുപൊക്കലിൻ്റെ ഇടയിലാണ് മറക്കൽ നിർബന്ധമുള്ളത്. ബാക്കി ഭാഗങ്ങൾ മറക്കൽ അവളുടെ മര്യാദയുടെ അല്ലെങ്കിൽ അവളുടെ മാന്യതയുടെ ഭാഗം എന്ന് മാത്രം. അതേപോലെ അന്യ മതത്തിലെ സ്ത്രീകൾ, മുസ്ലിം സ്ത്രീക്ക് അന്യമതത്തിലെ സ്ത്രീകളുടെ മുമ്പിൽ അവൾ മറക്കേണ്ടത്, അവൾ സാധാരണ ജോലി ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ മുഖവും കാണും, അല്ലെങ്കിൽ കഴുത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കാണും, ചിലപ്പോൾ ആ മുടിയുടെ ചില ഭാഗങ്ങൾ കാണും, ചിലപ്പോൾ അല്ലെങ്കിൽ മുടി മുഴുവനായിട്ടും തട്ടം പുറത്ത് ഇത്ര ഉണ്ടാവുള്ളൂ, കൈ കുറച്ച് കയറ്റിയിട്ട് അല്ലെങ്കിൽ കാല് കുറച്ച് കയറ്റിയിട്ടൊക്കെ സാധാരണ നമ്മൾ വീട്ടു ജോലികളൊക്കെ ചെയ്യുന്ന സമയത്ത് പുറത്ത് കാണുന്ന ഭാഗങ്ങൾ അത് അന്യ മതത്തിലെ സ്ത്രീകൾക്ക് കാണാം. അതല്ലാത്തതിനപ്പുറത്തുള്ളത് അന്യമതത്തിലെ സ്ത്രീകൾക്ക് കാണിച്ചു കൊടുക്കലും ഹറാമാകുന്നു. അപ്പോൾ സ്ത്രീയുടെ ഔറത്ത് നമ്മൾ മൂന്നെണ്ണം പറഞ്ഞു. അന്യപുരുഷൻ്റെ മുമ്പിൽ ശരീരം മുഴുവൻ ഔറത്താണ്. മെഹ്റമിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ മറ്റു സ്ത്രീകളുടെ മുമ്പിൽ മുട്ടുപൊക്കലിൻ്റെ ഇടയിലുള്ളത് ഔറത്താകുന്നു. അന്യമതത്തിലെ സ്ത്രീകൾക്ക് മുമ്പിൽ നമ്മുടെ മുസ്ലിം സ്ത്രീകളുടെ ഔറത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ ജോലി ചെയ്യുന്ന സമയത്ത് വെളിവാകുന്ന ഭാഗങ്ങളില്ലാത്തതൊക്കെ ഔറത്താകുന്നു. അപ്പോൾ നിസ്കാരത്തിൻ്റെ ഷർത്തുകളിൽ മൂന്നെണ്ണം നമ്മൾ പറഞ്ഞു. മൂന്നാമത്തത് ഔറത്ത് മറക്കുന്നതുമായി ബന്ധപ്പെട്ട്. നാലാമത്തത് മഅരിഫത്ത് ദുഖൂലി വക്തിൻ, നിസ്കാരത്തിൻ്റെ സമയമായി എന്ന് പ്രവേശിച്ച്
നിസ്കാരത്തിൻ്റെ സമയം പ്രവേശിച്ചിട്ടുണ്ട് എന്ന് അറിയൽ. പ്രവേശിച്ചാൽ പോരാ, പ്രവേശിച്ചു എന്ന് നമ്മൾ അറിയണം. അത് ഒന്നെങ്കിൽ യക്കീനൻ 100% ഉറപ്പുണ്ടായിരിക്കണം, അല്ലെങ്കിൽ 75% അത് പ്രവേശിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒന്നെങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. സംശയം ഉണ്ടായാൽ പോരാ, പ്രവേശിക്കാൻ സാധ്യതയുണ്ട് പോരാ. ഇനി ഒരാൾ ളുഹറിന് ബാങ്ക് 12 മണിക്കാണ് ളുഹർ ബാങ്ക് എന്ന് വെക്കാം. അവനെന്ത് ചെയ്ത് ഒരു 11:30 അല്ലെങ്കിൽ 11:45 സമയത്ത് അവനിങ്ങനെ തോന്നി ളുഹർ ബാങ്ക് കൊടുത്തിട്ടുണ്ടാകും, സാധ്യതയുണ്ട് എന്നിട്ട് അവൻ നിസ്കരിച്ചാൽ ആ നിസ്കാരം ശരിയാവുന്നതല്ല. കാരണം അവന് സാധ്യതയുണ്ട് എന്നുള്ള ഒരു സംശയത്തിൻ്റെ പേരിലാണ് നിസ്കരിച്ചത്. അവൻ ഉറപ്പിക്കണം. ഒന്നെങ്കിലും 100% അല്ലെങ്കിൽ 90% അവർക്ക് എന്ത് ചെയ്യാം, ഉറപ്പുണ്ടാകുന്ന രീതിയിൽ അവനെ ഉറപ്പിക്കണം എന്നുള്ളതാണ്. പിന്നെ ഇനി ഒരാൾ എന്ത് ചെയ്യും, 12 മണിക്കാണ് ബാങ്ക്. ഒരാൾ 12, അവർക്ക് സമയം അറിയില്ലോ, ക്ലോക്കില്ല, അല്ലെങ്കിൽ നോക്കിയിട്ടില്ല ക്ലോക്ക്, 12:30 അല്ലെങ്കിൽ 1 മണി സമയത്ത് അവനിങ്ങനെ ളുഹർ ബാങ്ക് കൊടുത്തിട്ടുണ്ടാകും സാധ്യതയുണ്ട് എന്ന അർത്ഥത്തിൽ അവൻ നിസ്കരിക്കുന്ന സമയത്ത് അവനക്ക് ഉറപ്പില്ല, ഇത് ളുഹറിൻ്റെ സമയത്താണെന്ന് അവനക്ക് ഉറപ്പില്ല. പക്ഷേ അവനെന്താണ്, സംശയമാണ്, ളുഹറിൻ്റെ സമയത്ത് ആവാൻ സാധ്യതയുണ്ട് എന്നുള്ള സാധ്യത വെച്ചിട്ട് അവൻ നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ് പിന്നെ ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ 1:15. അപ്പോൾ അവൻ മനസ്സിലായി ഞാൻ നിസ്കരിച്ചത് എപ്പോഴാണ്, 1 മണിക്കാണ് നിസ്കാരത്തിൻ്റെ സമയത്ത് തന്നെ, ളുഹറിൻ്റെ സമയത്ത് തന്നെയാണെന്ന്. എന്നാലും അവൻ നിസ്കാരം ശരിയാവുന്നതല്ല. കാരണം അവൻ നിസ്കരിക്കുന്ന സമയത്ത് എന്തില്ല, അവൻ ഈ നിസ്കാരത്തിൻ്റെ സമയം എന്നാൽ ളുഹറിൻ്റെ സമയം പ്രവേശിച്ചിട്ടുണ്ട് എന്ന് അറിവ് വേണ്ടിയിട്ടില്ല. നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പേ ഉണ്ടായിരിക്കണം. നിസ്കാരത്തിൻ്റെ ഷർത്തിൽപ്പെട്ടതാണ് സമയം പ്രവേശിച്ചു എന്ന് അറിയൽ നിസ്കാരത്തിൻ്റെ ഷർത്താണ്. അപ്പോൾ നിസ്കാരത്തിന് മുമ്പ് തന്നെ എന്ത് ചെയ്യണം, അവൻ അറിയണം എന്നുള്ളതാണ്. നിസ്കാരത്തിന് ശേഷം നിസ്കാരം ളുഹറിൻ്റെ സമയത്താണ് സംഭവിച്ചത് എങ്കിൽ പോലും ആ നിസ്കാരം ശരിയാവുന്നതല്ല. കാരണം ഇബാദത്തിൻ്റെ വിഷയത്തിൽ അവിടെ നമ്മൾ നോക്കുക, ദുന്നുൽ മുക്കല്ലഫ് എന്ന് പറഞ്ഞാൽ മുക്കല്ലഫിൻ്റെ ഒരു ഭാവന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനം ചെയ്യുന്ന ആൾ, അപ്പോൾ ഒരു മനുഷ്യൻ്റെ അവൻ്റെ വിചാരവും പിന്നെ യഥാർത്ഥവും രണ്ടും നോക്കും ഇബാദത്തിൽ. ഇവിടെ എന്ത് ചെയ്യുന്നത്, ഓൻ 11:30 നിസ്കരിച്ചു, ളുഹറിൻ്റെ സമയമായിട്ട് ഇന്ന് ഉറപ്പിച്ചു. ഓന് ക്ലോക്ക് നോക്കിയപ്പോൾ ഓന് ക്ലോക്ക് തെറ്റാ, 12:30 ഓന് ക്ലോക്കിൽ. അപ്പോൾ ഓൻ എന്ത് ചെയ്ത് ളുഹറിൻ്റെ സമയമായിട്ടുണ്ടായിരുന്നു, ഓൻ നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞിട്ട് എന്ത് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഇങ്ങനെ എന്ത് ചെയ്ത് ഓൻ അറിഞ്ഞത് സംഭവം ഞാൻ നിസ്കരിച്ച് 11:30. കാരണം പിന്നെ കുറേ നോക്കിയപ്പോൾ എൻ്റെ വേറെ ക്ലോക്ക് നോക്കി 12 ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് മനസ്സിലായി എൻ്റെ ക്ലോക്ക് തെറ്റായിരുന്നു, അതുകൊണ്ട് ഞാൻ നേരത്തെ നിസ്കരിച്ചത് സമയത്തിന് മുമ്പാണെന്ന്. ആ നിസ്കാരം ശരിയാവുന്നതല്ല. കാരണം ഇവിടെ എന്ത് ചെയ്യുന്നത്, ഓൻ്റെ വിചാരം റെഡി ആയിട്ടുണ്ട്. കാരണം ഓൻ്റെ ഉറപ്പായിരുന്നു നമുക്ക് എന്ത് ചെയ്യാം, ളുഹർ എന്നുള്ള ഉറപ്പാണ്, നമുക്ക് സംശയമൊന്നുമില്ല, ഉറപ്പിച്ചിട്ട് നിസ്കരിച്ചത്. പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ എന്തായിട്ടില്ല, ളുഹറിൻ്റെ സമയത്ത് ആ നിസ്കാരം ആയിട്ടില്ല. ഇനി രണ്ടാമത് നമ്മൾ പറഞ്ഞത്, നേരത്തെ പറഞ്ഞ പോലെ ഓൻ സംശയം കൊണ്ട് നിസ്കരിച്ചതാണ്. ഓന് ഉറപ്പില്ല ളുഹറിൻ്റെ സമയമായിട്ടുണ്ടോ ഇല്ലെന്ന് ഉറപ്പില്ല. ഓൻ എന്ത് ചെയ്ത് നിസ്കരിച്ചു. ഓൻ നിസ്കരിച്ചത് ഉറപ്പില്ലാതെ നിസ്കരിച്ചാണ്. പക്ഷേ നിസ്കാരം സംഭവിച്ചത് 1 മണിക്കാണ്, എന്നാണ് ളുഹറിൻ്റെ സമയത്ത് തന്നെയാണ്. ഇവിടെയും നിസ്കാരം ശരിയാവുന്നതല്ല. കാരണം ഇവിടെ നിസ്കാരം സംഭവിച്ചത് യഥാർത്ഥ സമയത്തിലാണ്, പക്ഷേ ഇവൻ്റെ വിചാരം ഉറപ്പുണ്ടായിരുന്നില്ല, സംശയമായിരുന്നു. അപ്പോൾ ഇബാദത്തിൻ്റെ വിഷയത്തിൽ പരിഗണിക്കുന്നത് മുക്കല്ലഫായ ഒരു വ്യക്തിയുടെ വിചാരവും അതേപോലെ തന്നെ യഥാർത്ഥ ഇബാദത്ത് നടന്ന യഥാർത്ഥവും രണ്ടും നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ പരിഗണിക്കുക എന്നുള്ളതാണ്. എന്നാൽ മുആമലാത്തിൻ്റെ വിഷയത്തിൽ എന്ന് പറഞ്ഞാൽ കച്ചവടം അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നത്, നമ്മുടെ തസറുഫാത്ത്, നമ്മളെ ഡീലിങ്ങുകൾ, നമ്മളെ കൈക്കിരിയാർത്തല്ലോ, വാങ്ങൽ കൊടുക്കൽ, അത്തരം കാര്യങ്ങളിലൊക്കെ പരിഗണിക്കുന്നത് മുക്കല്ലഫിൻ്റെ വിചാരമാണ്. അല്ല, നഫ്സുൽ അംർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ് ഉണ്ടായത് അതാ നോക്കുക. ഒരാളെന്ത് ചെയ്ത്, എൻ്റെ സാധനം എനിക്ക് ഇവിടുന്ന് ഒരു ഇത് കിട്ടി, ഒരു കിതാബ് അല്ലെങ്കിൽ ഒരു സാധനം കിട്ടി, ഒരു കിതാബ് കിട്ടിയപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ഏതോ കിതാബ് എടുത്ത് ഞാൻ എനിക്ക് അപ്പുറത്തൊരാൾക്ക് വിറ്റു. അങ്ങനെ വിറ്റു. എൻ്റേതല്ലാത്തൊരു കിതാബ് എന്ന് പറഞ്ഞാൽ എൻ്റെ മിൽക്കിലില്ലാത്തൊരു കിതാബ് എനിക്ക് വിൽക്കാൻ പറ്റില്ല, അത് വിൽപ്പന ശരിയാവില്ല. നമ്മൾ പഠിക്കും മുആമലാത്തിൻ്റെ അവിടെ വരിക. അപ്പോൾ ആ വിൽപ്പന ശരിയാവുന്നതല്ല. പക്ഷേ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അത് സംഭവൻ്റെ കിതാബ് തന്നെയായിരുന്നു. പിന്നെയാണ് അറിഞ്ഞത് ഞാൻ എൻ്റെ കിതാബ് തന്നെയായിരുന്നു എന്ന് ഞാൻ പിന്നെയാണ് അറിഞ്ഞത്. വിറ്റ സമയത്ത് എന്ത് ചെയ്യുന്നത്, എനിക്ക് ഏതോ കിതാബ് ഇട്ടപ്പോൾ ഞാൻ കൊടുത്തതാണ്, വിറ്റതാണ്. അപ്പോൾ വിറ്റ സമയത്ത് എൻ്റെ മനസ്സിൽ അത് എൻ്റെ കിതാബല്ല, വേറെ ആരോ കിതാബ് ഞാൻ വിറ്റതാണ്, അങ്ങനെയാണെങ്കിൽ വിൽപ്പന ശരിയാവാൻ പാടില്ല. പക്ഷേ പിന്നീടാണ് അറിഞ്ഞത് അത് എൻ്റെ കിതാബ് തന്നെ ആയിരുന്നു എന്ന്. എങ്കിൽ ആ വിൽപ്പന ശരിയാവുന്നതാണ്, ആ കച്ചവടം ശരിയാവുന്നതാണ്. കാരണം യഥാർത്ഥത്തിൽ എൻ്റെ പുസ്തകമാണ് ഞാൻ വിറ്റിട്ടുള്ളത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നത്, കച്ചവടത്തിൽ മുആമലാത്തിൽ നമ്മൾ പരിഗണിക്കുന്നത് യഥാർത്ഥത്തിലെ മാത്രം നോക്കുക, ഇവൻ്റെ വിചാരത്തിലേക്ക് നോക്കില്ല, ഇബാദത്തിലേക്ക് രണ്ടും നോക്കും എന്നുള്ളതാണ്. ഏതായാലും പോട്ടെ, നമ്മളെ വിഷയം സമയം ആയാൽ, നിസ്കാരത്തിൻ്റെ സമയമായാൽ സമയമായി എന്ന് അവൻ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്.
അപ്പോൾ ഓരോ നിസ്കാരത്തിൻ്റെയും സമയം പറയാണ്. ളുഹറിൻ്റെ സമയം സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റിയത് മുതൽ, പറഞ്ഞാൽ സൂര്യൻ കൃത്യം മധ്യത്തിലുണ്ടാവും. ഉച്ച സമയത്ത് നേരെ മുകളിലായിരിക്കും സൂര്യൻ ഉണ്ടാവുക. അവിടുന്ന് തെറ്റിയത് മുതൽ തുടങ്ങും. കൃത്യം 12 മണിക്കാണെങ്കിൽ, ഉദാഹരണത്തിന് കേട്ടോ, 12 മണിക്കാണ് മധ്യത്തിലെത്തുന്നുണ്ടെങ്കിൽ 12:01 മുതൽ എന്ത് ചെയ്യുന്നത് ളുഹറിൻ്റെ സമയം തുടങ്ങുന്നു. ഏതുവരേക്കും? ഒരു വസ്തുവിൻ്റെ നിഴൽ അതേ അളവിൽ അതേ വലുപ്പത്തിൽ ആകുന്നത് വരേക്കും. ഒരു മീറ്ററിൽ ഒരു കോല് ഇങ്ങനെ എന്ത് ചെയ്ത് വെച്ചു. അങ്ങനെ എന്ത് ചെയ്ത് വെച്ചാൽ അതിൻ്റെ നിഴൽ ഉച്ച സമയത്ത് നേരടിയിലായിരിക്കും നിഴലുണ്ടാവുക. കുറച്ചിന് മാറുമ്പോൾ 12:01 ആകുമ്പോഴേക്കും കുറച്ചപ്പുറത്തേക്ക് എന്ത് ചെയ്യും നിഴലുണ്ടാവും, ചെറിയൊരു നിഴൽ. പിന്നെ ഇങ്ങനെ സമയം വൈകുന്നതനുസരിച്ച് ആ നിഴലിങ്ങനെ വലുതായി വരും. അങ്ങനെ ഏകദേശം ഒരു 4 മണിയാകുമ്പോൾ ഈ ഒരു മീറ്ററിൻ്റെ ഒരു കോല് അതിൻ്റെ നിഴൽ അതേ 1 മീറ്റർ തന്നെയാകും. അങ്ങനെ 1 മീറ്റർ ആകുമ്പോൾ അസറിൻ്റെ സമയം ആകും. കാരണം അന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ക്ലോക്കില്ല, സമയമില്ല. അതുകൊണ്ട് 12 മണി, 1 മണി, 2 മണി, 4 മണി എന്ന് നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല. അപ്പോൾ അന്ന് നിശ്ചയിച്ചിരുന്നത് ഇങ്ങനെയായിരുന്നു. ഏതൊരു വസ്തുവിൻ്റെയും നിഴൽ അതിൻ്റെ അളവിൽ തന്നെ ആയാൽ അസറിൻ്റെ സമയമാകും. അതുവരേക്കും ളുഹറിൻ്റെ സമയമാണ് എന്നുള്ളത്. ഹനഫി മദ്ഹബ് പ്രകാരം, സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്, ഹനഫി മദ്ഹബ് പ്രകാരം ഒരു വസ്തുവിൻ്റെ നിഴൽ അതിൻ്റെ ഇരട്ടി വലുപ്പമായാലാണ് അസറിൻ്റെ സമയമാവുക. 1 മീറ്റർ നീളമുള്ള ഒരു വടി, അതിൻ്റെ നിഴൽ 2 മീറ്റർ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി സമയം വൈകണം. 4 മണിയുള്ളത് 5 മണിയൊക്കെ ആവണം. എന്നാൽ എന്താവുക, ആ ളുഹറിൻ്റെ സമയം ഹനഫി മദ്ഹബ് പ്രകാരം ളുഹറിൻ്റെ സമയമാവുക. കാരണം അപ്പോഴേ 2 മീറ്റർ ആവുകയുള്ളൂ, ഇരട്ടി വലുപ്പമാവുകയുള്ളൂ. നമുക്കറിയാം, ഏകദേശം വൈകുന്നേരമൊക്കെ നോക്കിയാൽ മതി, 6 മണിയൊക്കെ ആകുമ്പോഴേക്കും 4 ഇരട്ടി വലുപ്പമൊക്കെ ആയിട്ടുണ്ടാവും നമ്മുടെ നിഴൽ. കാരണം സൂര്യൻ എത്രത്തോളം താഴ്ന്നിട്ടുണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ളുഹറിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റിയത് മുതൽ ഒരു വസ്തുവിൻ്റെ നിഴൽ അതേ വലുപ്പം ആകുന്നത് വരേക്കും ആണ്. ഇനി അടുത്ത അസറിൻ്റെ സമയം, ആ സമയം മുതൽ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ നിഴൽ അതേ വലുപ്പം ആയത് മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരേക്കുമാണ് മഗ്രിബിൻ്റെ സമയം. ഇനി മഗ്രിബിൻ്റെ സമയം സൂര്യൻ അസ്തമിച്ചത് മുതൽ മഗ്രിബ് ഷഫഖുൽ അഹ്മർ എന്ന് പറയും. ഷഫഖുൽ അഹ്മർ എന്ന് പറഞ്ഞാൽ ഒരു ചുവന്ന ചക്രവാളങ്ങളിൽ ചുവന്ന ഒരു അടയാളം ഉണ്ടാകും. അത് മായുന്നത് വരേക്കും. അപ്പോൾ അത് മഗ്രിബ് സൂര്യൻ അസ്തമിച്ചത് മുതൽ മഗ്രിബിൻ്റെ സമയം തുടങ്ങും. ഏതുവരേക്കും? ഈ ചുവന്ന അടയാളം അസ്തമിക്കുന്നവരേക്കും, അത് ഇല്ലാതാകുന്നവരേക്കും. അത് ഇല്ലാതായത് മുതൽ ഇഷാഇൻ്റെ സമയം തുടങ്ങും. ഏതുവരേക്കും? ഫജ്ർ സ്വാദിഖ് ഉദിക്കുന്നവരേക്കും. എന്നാൽ സുബഹിൻ്റെ മുമ്പ് സുബഹിൻ്റെ സമയത്ത് ആ ഫജ്ർ സ്വാദിഖ് ഉദിക്കും. ഫജ്ർ സ്വാദിഖ്, അതിന് മുമ്പ് ഒരു ഫജ്റുൽ കാദിബ് ഉദിക്കും. ഫജ്റുൽ കാദിബ്, ഫജ്ർ സ്വാദിഖുണ്ട്. ഫജ്റുൽ കാദിബ് എന്ന് പറഞ്ഞാൽ, ഫജ്ർ എന്ന് പറഞ്ഞാൽ ഒരു ഒരു വെളിച്ചം. എന്നാൽ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ ഫജ്റിൻ്റെ ഒരു വെളിച്ചം ഉണ്ടാകും. അപ്പോഴാണ് നമ്മൾ സുബഹി ആവുന്നത്. ആ ഫജ്റിന് മുമ്പ് ഫജ്റുൽ കാദിബ് ഉണ്ടാകും. വിശദമായിട്ട് അത് ചർച്ച ചെയ്യാനും പഠിക്കാനൊക്കെ ഉണ്ട്. ഫജ്റുൽ കാദിബ് ഉണ്ടാകും എന്നാണ് ഒരു വെളിച്ചം ഇങ്ങനെ നമുക്ക് തോന്നിപ്പിക്കും. അല്ലെങ്കിൽ വെളിച്ചം വരും, കുറച്ച് ഞാൻ വെളിച്ചം പോകും, പിന്നെ ഇരുട്ടനാവും. അപ്പോൾ അത് ഫജ്റുൽ കാദിബാണ്. എന്നാൽ സുബഹിൻ്റെ ആ സമയത്ത് ഉണ്ടാകുന്നതാണ് ഫജ്ർ സ്വാദിഖ്. ഒരു വെളിച്ചം വരും, ആ വെളിച്ചം പിന്നെ സൂര്യൻ ഉദിക്കുന്നവരേക്കും നിലനിൽക്കുന്ന വെളിച്ചമായിരിക്കും. അതാണ് ഫജ്ർ സ്വാദിഖ്. ഏതായാലും ആ ഫജ്ർ സ്വാദിഖ് വരെയാണ് ഇഷാഇൻ്റെ സമയം. ഫജ്ർ സ്വാദിഖ് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരേക്കും സുബഹിയുടെയും സമയം. ഇങ്ങനെ 5 വക്ത് നിസ്കാരത്തിൻ്റെയും സമയം. ഇതിൽ നിന്ന് ഏറ്റവും അഫ്ദലായ നിസ്കാരം ഏതാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അസ്വലാത്തുൽ വുസ്ത എന്നറിയപ്പെടുന്ന നിസ്കാരം അസർ നിസ്കാരമാകുന്നു. കാരണം സുബഹിയും ളുഹറും അതിനു മുമ്പ്, മഗ്രിബും ഇശാവും അതിന് ശേഷം ഇടയിൽ വരുന്ന, സെൻട്രൽ വരുന്ന നിസ്കാരം അസർ നിസ്കാരമായതുകൊണ്ട് സ്വലാത്തുൽ വുസ്ത എന്നും അഫ്ദലായ നിസ്കാരമാകുന്നു എന്നും അതിന് പറയുന്നുണ്ട്. ഇനി ജമാഅത്തിൽ ഏറ്റവും അഫ്ദലായത് സുബഹി നിസ്കാരം, അതേപോലെ തന്നെ ഇശാ നിസ്കാരവുമാണ് ജമാഅത്ത് അഫ്ദലായിട്ടുള്ളത് എന്നുള്ളതാണ്. ഇനി മഹാനായ ഇമാം റാഫി റളിയല്ലാഹു അൻഹു പറയുന്നത്, ഓരോ നിസ്കാരവും ഓരോ നബിമാർക്ക് അള്ളാഹു നിശ്ചയിച്ചതായിരുന്നു. ആ നിസ്കാരങ്ങളൊക്കെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുഴുവനായിട്ടും കൊടുത്തതാകുന്നു നമ്മുടെ ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സുബഹി നിസ്കാരം ആദം നബി അലൈഹി ഇസ്ലാമിന് കൊടുത്ത നിസ്കാരമായിരുന്നുവെന്നും, ളുഹർ നിസ്കാരം ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനും, അസർ നിസ്കാരം സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനും, മഗ്രിബ് നിസ്കാരം യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനും, ഇശാ നിസ്കാരം യൂനിസ് നബി അലൈഹി ഇസ്ലാമിനും, ഇങ്ങനെ 5 നിസ്കാരങ്ങൾ 5 പ്രവാചകന്മാർക്ക് അള്ളാഹു കൊടുത്തതാണ് എന്നും, ഈ 5 നിസ്കാരങ്ങളും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവസാനം കൊടുത്തതാണ് എന്നും കാണാം. ഏതായാലും നിസ്കാരത്തിൻ്റെ സമയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇനി ഏതാനും ചില പോയിന്റുകൾ. നിസ്കാരം, ഒരു
നിസ്കാരത്തിൻ്റെ സമയമായാൽ, ഉദാഹരണത്തിന് പറഞ്ഞ ളുഹർ 12 മണിക്കാണ് ളുഹർ ബാങ്ക് എന്നുണ്ടെങ്കിൽ 12 മണി ആവലോട് കൂടെ അല്ലെങ്കിൽ ബാങ്ക് കൊടുക്കലോട് കൂടെ ആ സമയം പ്രവേശിക്കലോടുകൂടെ ഇവൻ്റെ മേൽ ളുഹർ നിസ്കരിക്കൽ നിർബന്ധമായി. ആ സമയം പ്രവേശിച്ചതു മുതൽ 12 മണി മുതൽ 12:10 വരെ, 10 മിനിറ്റാണ് നിസ്കാരത്തിനുണ്ടെങ്കിൽ 12 മണി മുതൽ 12:10 വരേക്കും ഇവൻ്റെ മേൽ നിസ്കരിക്കൽ നിർബന്ധമാണ്. ഇനി ആ സമയത്ത് തൊട്ട് അവൻ പിന്തിപ്പിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ബാങ്ക് കൊടുത്ത ഉടനെ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നത് 12 മണി ആയത് മുതൽ തന്നെ അവനെ നിസ്കരിക്കുന്നില്ല, കുറച്ച് കഴിഞ്ഞ് നിസ്കരിക്കാം എന്ന് അവൻ വിചാരിക്കുകയാണെങ്കിൽ അവൻ മനസ്സിൽ ഉറപ്പിക്കണം, ഈ സമയത്ത് ഞാൻ നിസ്കരിക്കുന്നില്ല, പക്ഷേ അതിന് പകരമായിട്ട് 1 മണിയാകുമ്പോൾ അല്ലെങ്കിൽ 2 മണിയാകുമ്പോൾ 1:30 ആകുമ്പോൾ ഞാൻ നിസ്കരിക്കും എന്ന് അവൻ മനസ്സിൽ ഉറപ്പിക്കണം. എങ്കിൽ മാത്രമേ അവന് ആ ഒരു തൊലബ്, ആ ഒരു തേട്ടം വീടുകയുള്ളൂ എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവൻ്റെ മേലിൽ ആ നിസ്കാരം അവിടെ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്താ പ്രശ്നം? 12 മണിക്ക് ളുഹർ ബാങ്ക് കൊടുക്കും. അങ്ങനെ 12 മണിക്ക് ളുഹർ ബാങ്ക് കൊടുക്കുക അല്ലെങ്കിൽ ളുഹറിൻ്റെ സമയമായി 12:10 അവൻ ളുഹർ നിസ്കരിക്കണം, അവൻ നിർബന്ധമാണെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അവൻ വിചാരിക്കണം ഇന്ന സമയത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്നവൻ മനസ്സിൽ ഉറപ്പിക്കണം. അല്ലെങ്കിലുള്ള പ്രശ്നം എന്താ? 12:30 അല്ലെങ്കിൽ 1 മണിയാകുന്നതിന് മുമ്പായിട്ട് അവൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഈ ളുഹർ നിസ്കാരം അവൻ്റെ മേൽ ബാധ്യതയാണ്. അത് നിസ്കരിക്കാത്തതിൻ്റെ കുറ്റം അവന് കിട്ടും. കാരണം അവൻ്റെ മേൽ 12 മണി മുതൽ 12:10 വരേക്കുള്ള സമയത്ത് ഈ നിസ്കരിക്കൽ നിർബന്ധമായിരുന്നു. അവൻ ആ നിർബന്ധം വീട്ടിയില്ല. അതിന് പകരമായിട്ടോ എന്ന സമയത്ത് ഞാൻ നിസ്കരിക്കുമെന്ന് അവൻ കരുതിയതുമില്ല. അങ്ങനെയെങ്കിൽ അവനക്ക് കുറ്റം കിട്ടും എന്നുള്ളതാണ്. ഇനി ഫിഖഹിൻ്റെ കാഴ്ചപ്പാട് പ്രകാരം ഒരു റക്അത്തെങ്കിലും ആ വക്തിൽ കിട്ടിയാൽ ആ നിസ്കാരത്തിന് അദാ എന്നാണ് പറയുക. ളുഹർ അസറിൻ്റെ സമയം 4 മണിക്കാണ് നിൽക്കുക. അങ്ങനെയെങ്കിൽ 3:55 ഒരാൾ നിസ്കാരം തുടങ്ങി, അല്ലെങ്കിൽ 56 നിസ്കാരം തുടങ്ങി, ഒരു റക്അത്ത് നിസ്കരിച്ചപ്പോഴേക്കും രണ്ടാമത്തെ റക്അത്തിലേക്ക് എണീറ്റപ്പോഴേക്കും അസറിന് ബാങ്ക് കൊടുത്തു. ഒരു റക്അത്ത് അവനക്ക് ളുഹർ സമയത്ത് കിട്ടിയിട്ടുണ്ട്, മറ്റ് 3 റക്അത്തുകളും ളുഹറിൻ്റെ സമയം കഴിഞ്ഞിട്ടാണ്. ഇങ്ങനെയാണെങ്കിൽ അവൻ്റെ നിസ്കാരത്തെക്കുറിച്ച് അദാ ആയ നിസ്കാരം എന്നാണ് ഫിഖഹിൽ പറയുക. പക്ഷേ എങ്കിലും ഈ 3 റക്അത്തും ബാക്കി 3 റക്അത്തും ഈ സമയത്തെ തൊട്ട് പിന്തിപ്പിച്ചതിന് അവനക്ക് കുറ്റം കിട്ടും എന്നുള്ളതാണ് ശരീഅത്ത് പറയുന്നത്. ഇനി ഒരാൾ നിസ്കാരം സമയം ഇപ്പോൾ ളുഹറിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും നിസ്കാരത്തിൻ്റെ സമയം, ഇപ്പോൾ മഗ്രിബിൻ്റെ സമയം 6 മണിക്കാണ് മഗ്രിബ് എന്നെങ്കിൽ 6 മണിക്ക് അവൻ നിസ്കാരം തുടങ്ങി, അല്ലെങ്കിൽ 6:10 അവൻ നിസ്കാരം തുടങ്ങി അവൻ ദീർഘമായ സൂറത്തുകൾ ഓതി, അവൻ സൂറത്തുൽ ബഖറ, ആലി ഇമ്രാൻ പോലത്തെ വലിയ വലിയ സൂറത്തുകൾ ഓതി അവൻ നിസ്കാരം 2 മണിക്കൂർ 3 മണിക്കൂറിലേക്കും നീണ്ടു. അങ്ങനെ നീണ്ടാലും ആ നിസ്കാരം അദാ ആയിട്ട് തന്നെ പരിഗണിക്കുക. ഒരു പക്ഷേ 1.5 മണിക്കൂർ കൊണ്ട് ഇശാഇന് ബാങ്ക് കൊടുക്കാം, ഇശാഇന് സമയമാവാം. പക്ഷേ ഇവൻ്റെ നിസ്കാരം സൂറത്തുൽ ബഖറ, ആലി ഇമ്രാൻ പോലത്തെ വലിയ സൂറത്തുകൾ ഓതി അവൻ നിസ്കാരം ദീർഘിപ്പിച്ചു, അല്ലെങ്കിൽ ദിക്റുകളൊക്കെ ധാരാളം ദിക്റുകൾ ചൊല്ലി നിസ്കാരം ദീർഘിപ്പിച്ചാൽ അവൻ നിസ്കാരം അദാ ആയിട്ടാണ് പരിഗണിക്കുക. ആ നിസ്കാരം ദീർഘിപ്പിച്ചത് കൊണ്ട് ആ സമയം വിട്ട് അടുത്ത സമയത്തേക്ക് കടന്നതുകൊണ്ട് ഇവർക്ക് കുറ്റം കിട്ടുന്നതല്ല. കാരണം ഇവൻ ആ സമയം കടന്നത് ഇവൻ്റെ നിസ്കാരം ദീർഘിപ്പിച്ചത് കാരണത്താലാണ്, അല്ലാതെ ലേഖ ആയതുകൊണ്ടല്ല. ഇനി 3:55 ആയിട്ടുണ്ട്, 4 മണിക്ക് അസർ ബാങ്ക് കൊടുക്കും. ഇവനെ നിസ്കരിക്കുമ്പോൾ ഇവനെ 4 മണിയാകുന്നു 5 മിനിറ്റ് കൊണ്ട് ഇവൻ നിസ്കരിക്കാൻ നിനക്ക് വെറും റുക്കുനുകൾ മാത്രം, ഫർദുകൾ മാത്രം എടുത്ത് നിസ്കരിക്കൽ അങ്ങനെ സുന്നത്തൊന്നുമില്ല. എന്നാൽ ഫർദുകൾ മാത്രം എടുത്ത് നിസ്കരിക്കണം, നിസ്കാരം ചുരുക്കണം എന്ന സുന്നത്തൊന്നുമില്ല. ഇവനക്ക് വേണമെങ്കിൽ സാധാരണ പോലെ സുന്നത്തുകളൊക്കെ എടുത്ത് നിസ്കരിക്കാം. ഒരു റക്അത്ത് അദാ ആയിട്ട് വരും, ബാക്കിയുള്ളത് ഖളാ ആയിട്ട് പറഞ്ഞാൽ മറ്റു അസറിൻ്റെ സമയത്താണ് വരിക. നിസ്കാരം മൊത്തം അദാ ആയിട്ടാണ് പരിഗണിക്കുക. പക്ഷേ ഖളാ ആക്കിയതിനുള്ളതാണ് 3 റക്അത്ത് സമയത്തെ തൊട്ട് പിന്തിപ്പിച്ചതിനുള്ള കുറ്റം കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ അതും അങ്ങനെ നിസ്കാരം മുഴുവൻ ഈ സമയത്തിനുള്ളിൽ വരാൻ വേണ്ടി ഫർദുകൾ മാത്രം ചൊല്ലിയിട്ട് അല്ലെങ്കിൽ ഫർദുകൾ മാത്രം നിർവഹിച്ചിട്ട് 4 മണിൻ്റെ ഉള്ളിലായിട്ട് നിസ്കരിക്കണം, അങ്ങനെ സുന്നത്തൊന്നും ഇല്ല. ഇനി നേരത്തെ നിസ്കാരം നിർബന്ധമാകുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഓരോ സമയത്തും ആ നിസ്കാരം പെട്ടെന്ന് നിസ്കരിക്കൽ, അതിൻ്റെ അവ്വൽ വക്ത് നിസ്കരിക്കലാണ് ഏറ്റവും അഫ്ദൽ. കാരണം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരിക്കൽ ഒരു സ്വഹാബി ചോദിക്കുന്നു, അയ്യുൽ അഅമാലി അഫ്ദലു, ഏത് പ്രവർത്തനമാണ് അഫ്ദൽ എന്നുള്ളത്. നബി തങ്ങൾ പറഞ്ഞു, അഫ്ദലുൽ അഅമാലി അസ്സലാത്തു അലി അവ്വലി വക്തിഹ, ആദ്യ സമയത്ത് തന്നെ നിസ്കാരത്തിൻ്റെ സമയമായാൽ അതിൻ്റെ തുടക്കത്തിൽ തന്നെ നിസ്കരിക്കലാകുന്ന ഏറ്റവും അഫ്ദൽ എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി തുടക്കത്തിൽ തന്നെ 12 മണിക്ക് ളുഹർ ബാങ്ക് കൊടുത്താൽ അല്ലെങ്കിൽ 4 മണിക്ക് അസർ ബാങ്ക് കൊടുത്താൽ ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ 15 മിനിറ്റ് കഴിഞ്ഞാൽ ജമാഅത്ത് ഉണ്ടാവും പള്ളിയിൽ.
അങ്ങനെ ജമാഅത്തിന് വേണ്ടിയിട്ടൊക്കെ വേണമെങ്കിൽ പിന്തിപ്പിക്കാവുന്നതാണ്. കാരണം ഇവനക്ക് ഉറപ്പാണ് ജമാഅത്ത് ഉണ്ടാവും, ആ ജമാഅത്തിൽ പങ്കെടുക്കുമെന്ന് ഉറപ്പാണ്. അങ്ങനെ ഉറപ്പുണ്ടാകുമ്പോൾ ഇവനക്ക് കുറച്ച് നേരം പിന്തിപ്പിക്കൽ കുഴപ്പമില്ല, അപ്പം പിന്തിപ്പിക്കാവുന്നതാണ്. ഇനി സമയത്തിന് തുടക്കത്തിൽ എന്ന് പറഞ്ഞാൽ ആദ്യ സമയത്ത്, ളുഹറിൻ്റെ ആദ്യ സമയത്ത് ഒരു കുറഞ്ഞ ജമാഅത്തുണ്ട്, ഒരു 10 ആളെ 15 ആളുടെ ജമാഅത്തുണ്ട്. പക്ഷേ ഒരു 2 മണിക്ക് ആകുമ്പോഴേക്കും 3 മണിക്ക് ആകുമ്പോഴേക്കും വലിയ ആളുകളുടെ ജമാഅത്ത്, 500 ആൾക്കാർ ജമാഅത്ത് ഉണ്ടാവും. അപ്പോൾ ഇവന് കുറഞ്ഞ ജമാഅത്തിൽ പങ്കെടുത്ത് ആദ്യത്തെ സമയത്ത് നിസ്കരിക്കലാണോ അതോ അവസാനത്തെ സമയത്തേക്ക് നീട്ടിയിട്ട് വലിയ ജമാഅത്തിൽ പങ്കെടുക്കലാണോ അഫ്ദൽ? രണ്ടെണ്ണം ഉള്ളത്. ഒന്ന്, കുറഞ്ഞ ജമാഅത്തിൽ പങ്കെടുത്താൽ പക്ഷേ ആദ്യ സമയത്ത് നിസ്കരിക്കുക, അവൽ വക്തിൽ നിസ്കരിക്കാം. മറ്റേതോ ആഹ്റുൽ വക്തിലായിരിക്കും, എന്നാണ് അവസാന സമയത്തായിരിക്കും നിസ്കാരം, പക്ഷേ ധാരാളം ആളുകൾ വലിയ ജമാഅത്തിൽ പങ്കെടുക്കാം. ഇതിലേതാണ് അഫ്ദൽ? പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നത് കുറഞ്ഞ ജമാഅത്താണെങ്കിലും അവൽ വക്തിൽ നിസ്കരിക്കലാകുന്നു അഫ്ദൽ എന്നുള്ളതാകുന്നു. ഇനി നമ്മൾ നിസ്കരിക്കാനുള്ള സമയമായിട്ടുണ്ട്, നിസ്കരിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഏതെങ്കിലും ഒരാൾ ഒരു കിണറ്റിലേക്ക് ചാടാനോ അല്ലെങ്കിൽ ഒന്ന് വെള്ളത്തിലേക്ക് ചാടാനോ അല്ലെങ്കിൽ കുട്ടി പൊട്ടക്കിണറ്റിലേക്ക് ചാടാനൊക്കെ നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ വല്ല സഹായം ആവശ്യമാകുന്ന വല്ല അവസരങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ഈ നിസ്കാരത്തെ ഒഴിവാക്കി പിന്തിപ്പിച്ചിട്ട് ആ സഹായമാണ് ചെയ്തു കൊടുക്കേണ്ടത്. 3:50 ആയിട്ടുണ്ട്, 10 മിനിറ്റുള്ള നിസ്കരിക്കാൻ. ഓനെ ചാടിക്കോട്ടെ, ഓനെ കരിഞ്ഞു പോകണേ, ഓനെ ആക്സിഡൻ്റ് ആവട്ടെ, എന്തായാലും കുഴപ്പമില്ല, ഞാൻ എൻ്റെ നിസ്കാരം ഖളാ ആക്കൂല എന്ന് പറഞ്ഞ് ഖളാ ആക്കാതെ നിസ്കരിക്കലല്ല വേണ്ടത്. ആ നിസ്കാരം ഖളാ ആയാലും വേണ്ടില്ല, തഅഖീർ എന്ന് പറഞ്ഞാൽ പിന്തിപ്പിച്ചിട്ട് അയാളെ രക്ഷിക്കലാണ് ഇവൻ്റെ മേൽ നിർബന്ധമായത് എന്നുള്ളതാണ്. ഇനി സമയമായതിനു ശേഷം ഉറങ്ങൽ കറാഹത്താണ്. ളുഹറിന് ബാങ്ക് കൊടുത്തതിന് ശേഷം ആ നിസ്കാരം നിസ്കരിക്കാതെ ഉറങ്ങൽ കറാഹത്താകുന്നു. ഇവന് അലാരം വെക്കുകയോ അല്ലെങ്കിൽ ഒരാളെ ഏൽപ്പിക്കുകയോ ചെയ്തിട്ടുണ്ട്, ഇന്ന സമയത്ത് വിളിക്കണം, 2 മണിക്ക് അല്ലെങ്കിൽ 3 മണിയാകുമ്പോൾ എന്നെ വിളിക്കണം, ഞാൻ നിസ്കരിച്ചിട്ടില്ല, അതുകൊണ്ട് എന്നെ വിളിക്കണം എന്ന് പറഞ്ഞ് ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അലാരമൊക്കെ വെച്ചിട്ടുണ്ട്, അത് എണീക്കാനുള്ള സൗകര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, എന്നിട്ട് അവൻ ഉറങ്ങൽ കറാഹത്താകുന്നു. ഇങ്ങനെ ഒരു സൗകര്യമൊന്നും ഇല്ലാതെ അവൻ ഉറങ്ങൽ ഹറാമാണ്. ളുഹറിന് ബാങ്ക് കൊടുത്തു, ഓൻ അലാരം വെച്ചിട്ടില്ല, ഒരാളെ ആരും വിളിച്ചാൻ ഏൽപ്പിച്ചിട്ടില്ല, ഓനെൻ്റെ ഉറങ്ങി, അങ്ങനെ ഉറങ്ങൽ ഹറാമാകുന്നു. എന്നാണ് ഉറങ്ങൽ തന്നെ ഹറാമാകുന്നു. ഈ കുറച്ച് കഴിഞ്ഞോ നീച്ച് നിസ്കരിച്ചാലില്ലെങ്കിലും ഈ ഉറക്കം തന്നെ ഹറാമായിട്ടുണ്ട്. കാരണം ഇവൻ ഉറങ്ങിയത് ആ വക്തിൻ്റെ ആ നിസ്കാരത്തിൻ്റെ സമയം പ്രവേശിച്ചിട്ടും ആ നിസ്കാരം നിർവഹിക്കാതെയാണ് ഇവൻ ഉറങ്ങിയിട്ടുള്ളത്. മാത്രമല്ല അവൻ എണീക്കാൻ വേണ്ടിയിട്ടോ അവൻ ഒന്നും ചെയ്തിട്ടില്ല, വേറെ ആളെ ഏൽപ്പിച്ചിട്ടുമില്ല. അങ്ങനെ ആ ഉറങ്ങൽ ഹറാമാകുന്നു എന്നും ഉണ്ട്. ഇനി ഏതാനും ചില സമയങ്ങളിൽ കറാഹത്തുണ്ട്, നിസ്കരിക്കൽ കറാഹത്ത് എന്ന് പറഞ്ഞാൽ തഹരീമിൻ്റെ കറാഹത്ത് എന്ന് പറയും. തഹരീമിൻ്റെ കറാഹത്ത് എന്ന് പറഞ്ഞാൽ ഹറാമ് തന്നെ, പാടില്ലാത്തതാകും, ചെയ്യാൻ പാടില്ലാത്തതാകുന്നു. മുത്തലക്കായ സുന്നത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ പ്രത്യേകം കാരണങ്ങളില്ലാത്ത സുന്നത്ത് നിസ്കാരവും, അതേപോലെ ഇനി വരാൻ പോകുന്ന കാരണത്തിലുള്ള സുന്നത്ത് നിസ്കാരങ്ങളും. കാരണം ചില സുന്നത്ത് നിസ്കാരത്തിൻ്റെ കാരണം പിന്നെയാണ് വരിക. ഇപ്പോൾ യാത്രക്കുള്ള സുന്നത്ത് നിസ്കാരം ഉണ്ടാവും, എന്ന് പറഞ്ഞാൽ സുന്നത്ത് നിസ്കരിച്ചിട്ടാണ് പിന്നെ യാത്ര പോകുന്നത്, നിസ്കാരത്തിന് ശേഷമാണ് കാരണം വരുന്നത്. അതേപോലെ സ്വലാത്തുൽ ഇസ്തിഖാറത്ത് എന്നൊക്കെ പറയും, ഖൈറിനെ തേടിയിട്ടുള്ള നിസ്കാരം. നിസ്കരിച്ചതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഖൈർ തേടുക. 2 കാര്യങ്ങളുണ്ട്, അപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകണോ പോവാതിരിക്കുക. അപ്പോൾ അവന് എന്ത് ചെയ്യുന്നത്, 2 കൺഫ്യൂഷൻ. അങ്ങനെയാണെങ്കിൽ അവൻ സ്വലാത്തുൽ ഇസ്തിഖാറത്ത് നിസ്കരിക്കുന്നു, അതിന് ശേഷം അവൻ ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ദുആ ചെയ്യുന്നു. അപ്പോൾ അവൻ്റെ മനസ്സിൽ തോന്നും ഇന്നത് ചെയ്യണം എന്നുള്ളത്. അതുതന്നെ. അപ്പോൾ ആ ഇസ്തിഖാറത്ത് ഉണ്ടാവൽ നിസ്കാരത്തിന് ശേഷമാണ്. അങ്ങനെ ശേഷം വരുന്ന കാരണം കൊണ്ടുള്ള നിസ്കാരമോ അല്ലെങ്കിൽ പ്രത്യേക കാരണമില്ലാത്ത നിസ്കാരമോ ശേഷം പറയുന്ന സമയങ്ങളിൽ ഹറാമാകുന്നു. 1, സുബഹിക്ക് ശേഷം സൂര്യൻ 7 ഖദർ, ഒരു കുന്തത്തിൻ്റെ ഖദർ ഉണ്ടാവും, 7 മുഴം. ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂറൊക്കെ സമയം പറയും, ചില 20 മിനിറ്റ് എന്ന് പറയും, ഏതായാലും പോട്ടെ. ആ അരമണിക്കൂർ സമയം കഴിഞ്ഞിട്ട് നിസ്കരിക്കാൻ പാടുള്ളൂ. അതിൻ്റെ സൂര്യൻ ഉദിച്ചതിന് ശേഷം ഈ അരമണിക്കൂറിൻ്റെ സമയത്തിനുള്ളിൽ ഈ നിസ്കാരങ്ങൾ, കാരണം തീരെ കാരണങ്ങളില്ലാത്ത അല്ലെങ്കിൽ പിന്തി വരുന്ന കാരണങ്ങൾ നിസ്കാരങ്ങളും നിസ്കരിക്കാൻ പാടില്ല. അതേപോലെ തന്നെ ഹജ്ജിന് ഇഹ്റാം ചെയ്യാനും പാടില്ല ഈ സമയത്ത്. അതേപോലെ തന്നെ സൂര്യൻ കൃത്യം മധ്യത്തിലെത്തുന്ന സമയത്ത് നിസ്കരിക്കാൻ പാടില്ല. നമ്മൾ ളുഹറിൻ്റെ സമയം പറഞ്ഞത് മധ്യത്തിൽ നിന്ന് തെറ്റിയാൽ 12 മണിക്കാണ് മധ്യത്തിൽ നിന്നെങ്കിൽ 12:01 മുതലാണ് എന്തെങ്കിലും ളുഹറിൻ്റെ സമയം തുടങ്ങുന്നത്. അപ്പോൾ കൃത്യം സൂര്യൻ മധ്യത്തിലെത്തുന്ന സമയത്ത്, ഭൂമിയുടെ മധ്യത്തിൽ എത്തുന്ന സമയത്തും നിസ്കരിക്കൽ കറാഹത്താണ്, അല്ലെങ്കിൽ ഹറാമാകുന്നു. തഹരീമിൻ്റെ കറാഹത്താകുന്നു, അല്ലെങ്കിൽ ഹറാമാകുന്നു എന്നുള്ളതാണ്. അതേപോലെ അസ്ർ നിസ്കാരത്തിന് ശേഷം, അസ്ർ നിസ്കരിച്ചു, നമ്മൾ 4 മണിക്ക് അല്ലെങ്കിൽ 5 മണിക്ക് അസ്ർ നിസ്കരിച്ചു, അതിനുശേഷം മഗ്രിബ് വരെയുള്ള സമയം, ആ സമയത്തും ഇതേപോലെ വെറുതെ നിസ്കരിക്കാനേ പാടില്ല എന്നുള്ളതാണ്.
എന്നാൽ നേരത്തെയുള്ള നിസ്കാരം, ഇപ്പോൾ പള്ളിയിലേക്ക് പ്രവേശിച്ചാൽ തഹിയ്യത്ത് നിസ്കരിക്കാം, അത് പിന്നെ ഏത് സമയത്തും ആവാം. കാരണം പള്ളിയിലേക്ക് പ്രവേശിച്ചതിന് ശേഷമാണ് പിന്നെ നിസ്കരിക്കുന്നത്. അപ്പോൾ റവാത്തിബ് നിസ്കാരം എന്നാൽ ളുഹർ നിസ്കരിക്കുന്നതിന് ശേഷം എന്ത് ചെയ്യുന്നത്, നമ്മൾ 2 റക്അത്ത് നിസ്കരിക്കുക, അല്ലെങ്കിൽ അസർ നിസ്കരിച്ചതിന് ശേഷം 2 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ 4 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ അത് കുഴപ്പമില്ല. കാരണം ഇത് കാരണക്ക് മുന്തി വന്നതാണ്, അതിന് കുഴപ്പമില്ല. ഇനി അതേപോലെ ഖളാ വീട്ട് നിസ്കാരം എന്നൊക്കെ ഒരാൾക്ക് നിസ്കാരം ഖളാ വീട്ടുണ്ട്, അതൊക്കെ ഈ സമയത്ത് നിസ്കരിക്കാം, കുഴപ്പമില്ല. അതിനൊക്കെ പ്രത്യേകം കാരണങ്ങളുണ്ട്. പക്ഷേ ശരീഅത്ത് കറാഹത്താക്കിയ അല്ലെങ്കിൽ ഹറാമാക്കിയ സമയമാണിത്. അതുകൊണ്ട് ആ സമയത്ത് തന്നെ ഞാൻ നിസ്കരിക്കുന്ന ഒരാൾ വാശി പിടിച്ചിൽ നിന്ന് ആ സമയത്തേക്ക് നീട്ടുകയോ ആ സമയത്ത് തന്നെ നിസ്കരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതും ഹറാമിൻ്റെ പരിധിയിൽ വരുന്നതാണ്. കാരണം അവൻ നിസ്കരിച്ചത് വാശിൻ്റെ പുറത്താണ്. ശരീഅത്ത് അങ്ങനെ ഹറാമാക്കിയ സമയം എന്തിനപ്പോൾ അങ്ങനെ ഹറാമാക്കുന്നത് എന്ന അർത്ഥത്തിൽ അവൻ എന്ത് ചെയ്തു, ഖളാ വീട്ടുകയോ അല്ലെങ്കിൽ വേറെ നിസ്കാരം ആ സമയത്തേക്ക് മാറ്റി വെക്കുകയോ ചെയ്യൽ ഹറാമാകുന്നു. 5ാമത്തെ ഷർത്ത്, 4 ഷർത്തുകൾ നമ്മൾ പറഞ്ഞു. 5ാമത്തെ ഷർത്താണ് ഇസ്തിഖ്ബാലുൽ ഖിബ്ല, ഖിബ്ലയ്ക്ക് മുന്നിടുക എന്നുള്ളതാണ്. ഖിബ്ലയ്ക്ക് മുന്നിടുക എന്നുള്ളതാണ്. ഖിബ്ലയ്ക്ക് മുന്നിടുക എന്നുള്ളത് നമ്മുടെ ഐനുൽ ഖിബ്ല, ഖിബ്ലയുടെ ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു തടി, അതിലേക്ക് തന്നെ മുന്നിടണം. അല്ലാതെ ഖിബ്ലയുടെ ഭാഗത്തേക്ക് മുന്നിട്ടാൽ പോരാ. ഹനഫി മദ്ഹബ് പ്രകാരം എന്ന് പറഞ്ഞാൽ അബൂ ഹനീഫ ഇമാമിൻ്റെ അഭിപ്രായ പ്രകാരം ജിഹത്തുൽ ഖിബ്ല, ഖിബ്ലയുടെ ഭാഗത്തേക്ക് മുന്നിട്ടാൽ മതി. ഐനുൽ ഖിബ്ലയ്ക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ നിന്നാൽ നേരെ ആ കഅബയിലേക്ക് തന്നെ എത്തണമെന്നില്ല. എന്ത് ചെയ്ത് അതിൻ്റെ ഭാഗത്തേക്ക് നിന്നാൽ. ഷാഫി മദ്ഹബ് പ്രകാരം നമ്മൾ നേരെ ഐനുൽ ഖിബ്ലയിലേക്ക് തന്നെയാണ്. പക്ഷെ ലൊന്ന് മതി, അത് 100% ഉറപ്പിക്കാൻ പറ്റുന്നില്ല. കാരണം അതിപ്പോൾ കഅബൻ്റെ ഒരു 100 മീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നത് കഅബയിലേക്കാണെന്നുള്ളത്. ബാക്കിയുള്ളതൊക്കെ ലൊന്നാണ്. നമുക്ക് 75% മുകളിൽ ഉറപ്പാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ നിസ്കരിക്കുന്നത് കഅബയ്ക്ക് നേരെയാണ് എന്ന്. പരമാവധി നമ്മൾ സൂക്ഷിക്കും വേണം അതിന്. പലപ്പോഴും ഏകദേശം ഈ ഒരു ഏരിയക്കാണെന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്തേക്ക് ഡയറക്ഷൻ മാത്രം പോരാ, ജിഹത്ത് പോരാ, ഈ ഡയറക്ഷൻ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഡയറക്ഷൻ പോരാ. പടിഞ്ഞാറ് ഭാഗത്തേക്ക് മാത്രമല്ല, ശരിക്ക് കേരളത്തിൽ നിന്ന് പടിഞ്ഞാറിൽ നിന്ന് കുറച്ച് വലതുവശത്തേക്ക് എന്ത് ചെയ്യും ചെരിഞ്ഞിട്ടായിരിക്കണം നിസ്കരിക്കേണ്ടത് എന്നാണ്. അപ്പോഴാണ് കഅബയിലേക്ക് പോവുക. അതിനിപ്പോഴുള്ള എന്ത് ചെയ്യാം, മോഡേൺ ഡിവൈസുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഉപയോഗിച്ച് കൃത്യമായിട്ട് നിർവഹിക്കാം. പള്ളിയിലൊക്കെ ആകുമ്പോൾ ഏകദേശം അതൊക്കെ കൃത്യമായിട്ട് നോക്കിയിട്ടായിരിക്കും പള്ളിയൊക്കെ ഉണ്ടാക്കുക. വീടുണ്ടാക്കുമ്പോൾ അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ നിസ്കാരത്തിലെ ഖിബ്ലയൊക്കെ ക്ലിയർ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ 5ാമത്തെ ഷർത്ത് ഖിബ്ലയ്ക്ക് മുന്നിടുക എന്നുള്ളതാണ്. കാരണം ഖിബ്ലയുടെ ഐനുൽ ഖിബ്ലയിലേക്ക് തന്നെ മുന്നിടണം എന്നുള്ളതാണ്. മുന്നിടുമ്പോൾ ഇവൻ എന്ത് ചെയ്യുന്നത്, ഇവൻ്റെ ശരീരം കൊണ്ട് എന്ന് പറഞ്ഞാൽ സ്വദർ കൊണ്ട് തന്നെ മുന്നിടണം എന്നുള്ളതാണ്. അല്ലാതെ എന്ത് ചെയ്യുന്നത് ഇങ്ങനെ ചെരിഞ്ഞു നിന്നിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ സൈഡിക്ക് മുഖം കൊണ്ട് മാത്രം പോരാ, ശരീരം കൊണ്ട് തന്നെ മുന്നിടണം എന്നുള്ളതാണ്. ഇനി ഷിദ്ദത്തുൽ ഖൗഫ്, സ്വലാത്തുൽ ഖൗഫ് എന്ന് പറയും. എന്നാൽ യുദ്ധവേളയിലോ അല്ലെങ്കിൽ എന്ത് ചെയ്യും ശത്രുവൊക്കെ പിടിക്കാൻ വരുന്ന സമയത്ത് അവൻ ഓടി രക്ഷപ്പെടുന്ന സമയത്ത് ആ സമയത്തുള്ള നിസ്കാരം, ആ സമയത്ത് നിസ്കാരം ഒഴിവാക്കാൻ പാടില്ല. ആ നിസ്കാരത്തിൽ അവൻക്ക് ഖിബ്ല ഒഴിവാക്കാവുന്നതാണ്. കാരണം അവന് ഓടാണ്, ആ ഓടുന്നതിനിടയിൽ ഖിബ്ല നോക്കാനൊന്നുണ്ടാവില്ല, ഓട്ടത്തിനിടയിലായിരിക്കും അവൻ്റെ നിസ്കാരം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അവൻ്റെ നിസ്കാരം എങ്ങനെയാണെന്ന് വെച്ചാൽ അവനക്ക് സാധിക്കുന്ന രീതിയിലാണ്. ഒരു പക്ഷേ അവൻ നിന്നിട്ടായിരിക്കും നിസ്കരിക്കും, ഇടയ്ക്ക് ഇരിക്കുക, അല്ലെങ്കിൽ അപ്പോൾ ഇടയ്ക്ക് വാഹനം കയറാം, എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, ഖിബ്ലയ്ക്ക് മുന്നിൽ നിർബന്ധമില്ല. കാരണം ശത്രു പിടിക്കാൻ വരുന്ന സമയത്ത് അവൻ ഓടി രക്ഷപ്പെടുകയായിരിക്കും. അതിനിടയിൽ നിസ്കാരം ഏത് ജിഹത്തിലേക്ക് ഏത് ഭാഗത്തേക്കും ആവാം എന്നുള്ളതാണ്. അതേപോലെ ഹലാലായ യാത്രയിലുള്ള സുന്നത്ത് നിസ്കാരത്തിനും അവർക്ക് വേണമെങ്കിൽ ഖിബ്ലയ്ക്ക് മുന്നിടണമെന്നില്ല. നമ്മളിപ്പോൾ ഒരു യാത്ര പോകും, കാറിൽ അല്ലെങ്കിൽ ബസ്സിൽ യാത്ര പോവുകയാണ്, ആ യാത്ര പോകുമ്പോൾ സീറ്റിൽ ഇരുന്നിട്ട് വേണമെങ്കിൽ സുന്നത്ത് നിസ്കരിക്കാവുന്നതാണ്. അപ്പോൾ ഖിബ്ലയ്ക്ക് മുന്നിടേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ്. പക്ഷേ അവിടെ ശ്രദ്ധിക്കണം, ചെറിയ ദൂരം അത് പാടില്ല. എന്ന് പറഞ്ഞാൽ അവനാണ് നാട്ടിൽ തന്നെ ഇങ്ങനെ പോകുന്ന, ഇടയ്ക്ക് എന്ത് ചെയ്യാം പീടിയിലേക്കോ പള്ളിയിലേക്ക് പോവുകയാണ് കാറിലോ അല്ലെങ്കിൽ എന്ത് ചെയ്യാം ബൈക്കിലൊക്കെ പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് സുന്നത്ത് നിസ്കാരം പറ്റില്ല. അവൻ്റെ നാടിൻ്റെ പരിധിയൊക്കെ വിട്ടിട്ടുള്ള കുറച്ച് ദൂരമുള്ള യാത്രകളൊക്കെ ആണെങ്കിലാണ്, നല്ല ദൂരമുള്ള യാത്ര ആണെന്നില്ല, ജമ്മു കാശ്മീരിന് അത്രത്തോളം 132 കിലോമീറ്റർ വേണം എന്നില്ല, അവനാണ് നാടിൻ്റെ പരിധി വിട്ടുള്ള ചെറിയ യാത്ര ആയാലും കുഴപ്പമില്ല, അവിടെയും സുന്നത്ത് നിസ്കരിക്കാവുന്നതാണ്. ഇനി നമ്മൾ ഹലാല യാത്ര എന്ന് പറഞ്ഞു, മാസ്യത്തിനുള്ള എന്നാൽ തെറ്റിനുള്ള യാത്ര, കള്ളുടിക്കാനോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക സിനിമ കാണാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഹറാമായ ആവശ്യത്തിനാണ് യാത്ര എന്നുണ്ടെങ്കിൽ ആ യാത്രയിൽ സുന്നത്ത് നിസ്കാരം ഇങ്ങനെ ഖിബ്ലയ്ക്ക് മുന്നിടാതെ സുന്നത്ത് നിസ്കാരം പറ്റില്ല എന്നുള്ളതാണ്. ഇനി യാത്ര നടന്നുകാണ് യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം റുക്കൂഉം സുജൂദും കൃത്യമായി നിർവഹിക്കണം. സാധാരണ ഒരാൾ റുക്കൂഉം സുജൂദും ചെയ്യുന്നത് പോലെ കുമ്പിട്ടിട്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യുക സുജൂദ് നിലത്ത് തട്ടിച്ചിട്ടുള്ള സാധാരണ നിസ്കരിക്കുമ്പോൾ റുക്കൂഉം സുജൂദും ചെയ്യുന്നത് പോലെ റുക്കൂഉം സുജൂദും പരിപൂർണമായിട്ട് അവൻ ചെയ്യണം എന്നുള്ളതാണ്. കാരണം നടന്നാണ് അവന് യാത്ര പോകുന്നത്, അപ്പോൾ റുക്കൂവിൻ്റെയും സുജൂദിൻ്റെയും സമയത്ത് കൃത്യമായിട്ട് നിർവഹിക്കണം എന്നുള്ളതാണ്. അല്ലാത്ത സമയങ്ങൾക്ക് നടന്നിങ്ങനെ പോകാം. ഇനിയോ
അതേപോലെ ഈ റുക്കുവിൻ്റെയും സുജൂദിൻ്റെയും തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെയും സമയത്ത് അവൻ കിബിലക്ക് മുന്നിടണം എന്നുള്ളതാണ്. ഇതൊക്കെ സുന്നത്ത് നിസ്കാരത്തിലാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ നടന്നുകൊണ്ട് ഒരാൾ യാത്ര ചെയ്യുമ്പോൾ തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ സമയത്ത് അവൻ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവനക്ക് ഇങ്ങനെ നടക്കേണ്ടത്, നേരെ ഇങ്ങനെ നടന്നു പോകേണ്ടത് അവനക്ക്, പക്ഷേ കിബിലാവാത്താണെന്നുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് തക്ബീർ കിട്ടുന്ന സമയത്ത് കിബിലക്ക് മുന്നിട്ട് എന്ത് ചെയ്യാം, തക്ബീർ കിട്ടുക. പിന്നെ എങ്ങനെ ഓണിങ്ങനെ എന്ത് ചെയ്യാം, പിന്നെ അങ്ങനെ നടക്കാം, ഫാത്തിഹ അതുപോലെ തന്നെ വേറെ സൂറത്തുകളൊക്കെ അങ്ങനെ അങ്ങനെ നടന്നിങ്ങനെ ഓതാം. പിന്നെ അവൻ്റെ റുക്കുവിൻ്റെ സമയത്താകുമ്പോൾ എന്ത് ചെയ്യുന്നത്, കിബിലക്ക് മുന്നിട്ട് റുക്കു ചെയ്യുക, പിന്നെ ഇത്തിദാൽ കഴിഞ്ഞ് സുജൂദും ചെയ്യുക, പിന്നെ അങ്ങനെ സുജൂദ് ചെയ്ത് രണ്ടാമത്തെ റക്അത്തിലേക്ക് എണീക്കുന്നു, പിന്നെ ഇങ്ങനെ നടക്കുന്നു. ആ രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയും സൂറത്തൊക്കെ ഇങ്ങനെ നടന്നിങ്ങനെ ഓതാവുന്നതാണ്. ഇതാണ് അതിൻ്റെ രൂപം എന്നുള്ളത്. ഇനി സുന്നത്ത് നിസ്കരിക്കുന്ന ആൾക്കും, ഇപ്പോൾ വാഹനത്തിൽ സുന്നത്ത് നിസ്കരിക്കാമെന്ന് പറഞ്ഞു, വാഹനത്തിൽ സുന്നത്ത് നിസ്കരിക്കുന്ന ആൾക്കും അയാൾ ഒന്നെങ്കിൽ കിബിലക്ക് മുന്നിടാം. എന്ന് പറഞ്ഞാൽ വാഹനം എങ്ങനെ പോകുന്നത്, പക്ഷേ ഓൻ എന്ത് ചെയ്തു, ഇങ്ങനെ ചെയ്യുന്നു, കിബില ഇങ്ങോട്ടാണ്, അപ്പോൾ ഓൻ എന്ത് ചെയ്തു, കിബിലക്ക് മുന്നിട്ട് ഇങ്ങനെ നിസ്കരിച്ചു. വാഹനം എങ്ങനെ പോകണം, കുഴപ്പമില്ല, ഒന്നെങ്കിൽ കിബിലക്ക് മുന്നിടാം, അല്ലെങ്കിൽ വാഹനം ഏത് ഡയറക്ഷനിലാണ് പോകുന്നത് ആ ഡയറക്ഷനിലേക്ക് മുന്നിടാം. വാഹനം മുമ്പ് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് മുമ്പൊക്കെ പോവാം, അപ്പോൾ മുന്നിട്ട് നിസ്കരിക്കാം. വാഹനം ഇവിടുന്ന് അങ്ങോട്ട് പോവുകയാണെ അപ്പോൾ അവന് കിബിലൻ്റെ അല്ലാത്ത ഓപ്പോസിറ്റ് സൈഡിലേക്കോ അല്ലെങ്കിൽ ബാക്കിലേക്കോ തിരിഞ്ഞ് നിസ്കരിക്കാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ട്രെയിനിൽ പോവുകയാണെങ്കിൽ ട്രെയിൻ ഏത് ഭാഗത്തേക്കാണോ പോകുന്നത് ആ ഭാഗത്തേക്ക് ഇരുന്നിട്ട് നിസ്കരിക്കണം. സുന്നത്ത് നിസ്കരിക്കുമ്പോൾ അവിടെ ഇങ്ങോട്ടിരുന്ന് നിസ്കരിക്കാൻ പറ്റില്ല. ഒന്നെങ്കിൽ കിബിലക്ക് മുന്നിടുക, അല്ലെങ്കിൽ വാഹനം ഏത് ഭാഗത്തേക്കാണോ പോകുന്നത് ആ ഭാഗത്തേക്ക് മുന്നിടുക. ഈ രണ്ടാം രീതിയിലാണ് ചെയ്യേണ്ടതെന്നാണ്. അപ്പോൾ 5 ഷർത്തുകളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അവസാനമായിട്ട് എന്ത് ചെയ്യുന്നത്, ഒരു പോയിന്റ് കൂടി നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ ഷർത്ത് ത്വഹാറത്താണെന്ന് പറഞ്ഞു. ത്വഹാറത്ത് അൽ ഹദസ്, പിന്നെ ത്വഹാറത്തുൽ നജ്സ്, പിന്നെ സത്റുൽ ഔറത്ത്, മാരിഫത്തുൽ വക്ത്, വക്ത് പ്രവേശിച്ചു, മാരിഫത്തുൽ ദുഖൂൽ വക്ത്, പിന്നെ ഇസ്തിഖ്ബാലുൽ ഖിബ്ല, ഖിബ്ലക്ക് മുന്നിടുന്നു പറഞ്ഞു. ഇതേപോലെ ഞാൻ നിസ്കരിക്കുന്ന നിസ്കാരം ഫർദാണ് എന്ന് അയാൾക്ക് ബോധ്യം വേണം. നിയ്യത്തിൻ്റെ അവിടെ പറയുന്നുണ്ട്, ഉസല്ലി ഫർദ ദുഹരി, ദുഹർ എന്ന ഫർദിനെ ഞാൻ നിസ്കരിക്കുന്നു എന്ന് തന്നെ കരുതണം. അപ്പോൾ ഇത് ഫർദാണ് എന്ന ബോധത്തോടു കൂടി നിസ്കരിക്കണം, എങ്കിലേ ആ നിസ്കാരം ശരിയാവുകയുള്ളൂ. ഒരാൾക്ക് ഫർദാണ് എന്ന ബോധത്തോടു കൂടി നിസ്കരിക്കാതെ അല്ലെങ്കിൽ ഫർദാണ് എന്ന നിയ്യത്തോടു കൂടി നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ആ നിസ്കാരം ശരിയാവുകയില്ല എന്നുള്ളതാകുന്നു. അപ്പോൾ നിസ്കാരത്തിൻ്റെ ഷർത്തുകളാണ് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഇനി നിസ്കാരത്തിൻ്റെ ഫർദുകളാണ് ഇനി പറയാനുള്ളത്. സിഫത്തുസ്സലാത്ത്, സിഫത്തുസ്സലാത്ത് നിസ്കാരത്തിൻ്റെ രൂപം എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൻ്റെ ഫർദുകളാണ് ഇനി പറയാനുള്ളത്. അപ്പോൾ ഷർത്തുകൾ ഏകദേശം ഫുള്ളായിട്ട് നമ്മൾ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.